ഹായ് ഗൈസ്, സാംസങ് ഗാലക്സി F14 വൺ UI 6.1 അപ്ഡേറ്റ് വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ആയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അത് വേണമെങ്കിൽ നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇവിടെ ഞാൻ പറയാൻ പോണത് ഇതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്കിതിൻ്റെ പെർഫോമൻസിനെ പറ്റി നോക്കാം. പെർഫോമൻസ് വൈസ് നോക്കാന്ന് വെച്ചാൽ ഹ്യൂജ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ആയിരിക്കുന്നത്. പണ്ട് വൺ UI 6 ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ലാഗ് ഉണ്ടായിരുന്നു. ഒരു ആപ്ലിക്കേഷനും വേറെ ആപ്ലിക്കേഷനൊക്കെ സ്വിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് ലാഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വൺ UI 6.1 അപ്ഡേറ്റ് വന്നതിന് ശേഷം ഫോൺ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. അതേമാതിരി എനിക്ക് കുറച്ച് ക്യൂരിയോസിറ്റി ആയപ്പോൾ ഞാൻ സാധാരണ ആൻറ്റി ടു ബെഞ്ച് മാർക്കൊന്നും ചെക്ക് ചെയ്യാറില്ല. ഇപ്പോൾ വൺ UI 6 ആൻറ്റി ടു ബെഞ്ച് മാർക്ക് ചെയ്തപ്പോൾ 3 ലാഖിൻ്റെ അടുത്തായിരുന്നു സ്കോർ ഇതിൻ്റെ. ഇപ്പോൾ ഇതിൻ്റെ സ്കോർ നോക്കുകയാണെന്ന് വെച്ചാൽ 4 ലാഖിൻ്റെ മേലെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ആൻറ്റി ടു ബെഞ്ച് മാർക്ക്. അപ്പോൾ ഓബിയസ്ലി ഇവിടെ ഇതിൻ്റെ പെർഫോമൻസ് കൂടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഡ്രോബാക്ക് വന്നിട്ടുണ്ട് പെർഫോമൻസിൽ. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റാം മാനേജ്മെൻറ്റ് കുറച്ച് ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് 6GB റാം വേരിയൻ്റ് ആണ് ഉള്ളത് F14. അതിൽ എനിക്ക് പണ്ട് വൺ UI 6 ഒരു 5-6 ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് മെമ്മറിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഈ വൺ UI 6.1 അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3 to 4 ആപ്ലിക്കേഷൻ മാത്രമാണ് ബാക്ക്ഗ്രൗണ്ടിൽ മെമ്മറിയിൽ വെക്കുന്നുള്ളൂ. ബാക്കി ആപ്ലിക്കേഷനൊക്കെ ഇത് കില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റാം മാനേജ്മെൻറ്റ് കുറച്ച് ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ട് ഈ വൺ UI 6.1 അപ്ഡേറ്റിൽ. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്കിതിൻ്റെ ക്യാമറ ക്വാളിറ്റിനെ പറ്റി നോക്കാം. ക്യാമറ ക്വാളിറ്റിയിൽ ഒരു മാറ്റം വന്നിട്ടില്ല. എങ്ങനെയായിരുന്നു വൺ UI 6 അതേമാതിരത്തെ ക്യാമറ ക്വാളിറ്റിനെയാണ് ഇതിലും കിട്ടുന്നത്. പിന്നെ എനിക്ക് കുറേ കമൻറ്റ്സ് വരാറുണ്ട് 10,000 ഉള്ളൊരു നല്ലൊരു ക്യാമറ ഫോൺ ഒന്ന് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയാം, സാംസങ് ഗാലക്സി F14 ഒരു വർഷം പഴയ ഒരു ഫോൺ ആയാലും ഇതിലത്തെ ക്യാമറ ക്വാളിറ്റി ഇപ്പോഴും 10,000 ഇപ്പോൾ ഏത് ഫോൺ നോക്കിയാലും അതിൻ്റെയായിട്ട് നല്ലൊരു ക്യാമറ ക്വാളിറ്റിയാണ് നമുക്ക് സാംസങ് ഗാലക്സി F14 വരുന്നത്. മീൻസ് മെയിൻ ക്യാമറയും അതിൻ്റെ ഫ്രണ്ട് ക്യാമറയും ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി 10,000 ഉള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറയാണ്. ഓക്കെ, ഇനി അടുത്തതിൻ്റെ ബാറ്ററി ലൈഫ്. ബാറ്ററി ലൈഫ് വൺ UI 6.1 കുറച്ച് ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ പറയേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സിമിലർ കൈൻഡ് ഓഫ് യൂസേജ് ആണ്. ഞാൻ ഇടയ്ക്ക് ഡോക്ടർ ഡ്രൈവിംഗ് കളിക്കും, പിന്നെ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യും, പിന്നെ അതേമാതിരി കുറച്ച് ഫോട്ടോസ് എടുക്കും, പിന്നെ കുറച്ച് കോൾസ് എടുക്കും, പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യും, കുറച്ച് മൂവീസ് കാണും. അങ്ങനെയൊക്കെയാണ് എൻ്റെ യൂസേജ്. ഓക്കെ, അപ്പോൾ ആ യൂസേജിൽ എനിക്ക് പണ്ട് വൺ UI 6 എനിക്ക് 9 to 10 hours സ്ക്രീൻ ഓൺ ടൈം എനിക്ക് ഈസിലി കിട്ടിയിരുന്നു. മീൻസ് 1.5 days ബാറ്ററി ലൈഫ് എനിക്ക് ഈസിലി കിട്ടിയിരുന്നു. ഇപ്പോൾ നോക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ട്. സിമിലർ കൈൻഡ് ഓഫ് യൂസേജിൽ എനിക്ക് 7.5 to 8 hours സ്ക്രീൻ ഓൺ ടൈം മാത്രമേ കിട്ടുള്ളൂ. കുറച്ച് ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ട്, പക്ഷേ ഡീസൻറ്റ് ബാറ്ററി ലൈഫ് എന്ന് പറയാം. ഇപ്പോൾ കമ്പയർഡ് ടു അതർ ഫോൺസ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഇപ്പോഴും ഡീസൻ്റ് ആണ്, പക്ഷേ കുറച്ച് ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ട്. നന്നായിട്ട് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ഹാർഡ് റീസെറ്റ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫോണിന്. പിന്നെ ഒരു കാര്യം കൂടിയും ചെയ്യുക, ആൻറ്റി ടു ബെഞ്ച് മാർക്ക് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ടാവും, ബാറ്ററി ടെസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ ചാർജറിൽ ഇത് കണക്ട് ചെയ്ത് വെക്കുക. ചാർജറിൽ കണക്ട് ചെയ്ത് വെച്ചിട്ട് 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 30 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആൻറ്റി ടു ബെഞ്ച് മാർക്ക് പറഞ്ഞിട്ട് നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് എത്ര ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് പോയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫുള്ളി സേഫ് ആണ്, ഇതിലൊരു വൈറസ് ഒന്നും ഇല്ല. സുഖമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. നെറ്റ്വർക്ക് ക്വാളിറ്റി പണ്ടത്തെ മാതിരി തന്നെയാണ്, ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സും വന്നിട്ടില്ല. ഞാൻ ജിയോൻ്റെ സിമ്മാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജിയോൻ്റെ സിം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് 5G നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ആ 5Gയുടെ ആ സ്പീഡ് എനിക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ കമ്പയർഡ് ടു അതർ ബഡ്ജറ്റ് ഫോൺസ് ലൈക്ക് റെഡ്മി ആൻഡ് റിയൽമി, ആ ഫോണൊക്കെ ആയിട്ട് 5G കമ്പയർ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പീഡ് കുറച്ച് കുറവാണ് ആ ഫോണിനെ അപേക്ഷിച്ച്. അപ്പോൾ 5G സ്പീഡ് കുറച്ച് കുഴപ്പമാണ് ഇതിൽ, പക്ഷേ കോൾ ക്വാളിറ്റി, കോൾ റെക്കോർഡിംഗ് ഒക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യും. കോൾ ഡ്രോപ്സ് ഒന്നും കാണാൻ കിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു എനിക്ക് ചേഞ്ചസ് കാണാൻ കിട്ടിയത് ആഫ്റ്റർ വൺ UI 6.1 അപ്ഡേറ്റ്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചേഞ്ചസ് കാണാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക. വല്ലതും ഡൗൺ ഗ്രേഡോ അപ്ഗ്രേഡോ വല്ലതും ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ബാക്കിയുള്ള യൂസേഴ്സിനും കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.